നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ ചാനലൊക്കെ ഗ്രോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, വ്യൂസൊക്കെ അധികരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നു ഉള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പലരും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, അടിപൊളി വീഡിയോസൊക്കെ ആയിരിക്കും, വ്യൂസ് വരുന്നില്ല, പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട്. ചാനൽ ഗ്രോ ചെയ്യണം, വ്യൂസ് വരണം എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഇല്ലാത്തവരാരും കാണില്ല. പക്ഷേ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തിക്കണം, എന്തൊക്കെ ചാനലിന് വേണ്ടി ചെയ്യണം, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ധാരാളം സംശയങ്ങളുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സാധാരണ ആദ്യം തന്നെ ആ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തേക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. പിന്നെ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നാൽ തീർച്ചയായും നിൽക്കാനുള്ള മാനസിക സ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ രാത്രിയിലൊക്കെ 2 മണി വരെയൊക്കെ ഇരുന്ന് വർക്കൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പലരും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അധികം ഒന്നും വേണ്ട, ഒരു 10,000 രൂപയെങ്കിലും മാസം കിട്ടിയാൽ തന്നെ വളരെ ആശ്വാസമാണ് എന്നൊക്കെ ആണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു 10,000 രൂപ ഒക്കെ കിട്ടുകയാണെങ്കിൽ പല കാര്യങ്ങൾക്ക് അത്യാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുമൊക്കെ എടുക്കാമെന്ന് ചിന്തിച്ചിട്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റുവാനായിട്ടാണ് യൂട്യൂബിൽ പലരും വരുന്നത്. അപ്പോൾ അതിൽ വിജയിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് പല രീതിയിലും അവർ കണ്ടൻറ് ഇടുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ പരിശ്രമം മാത്രം പോരാ, അതോട് കൂടെ തന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ട് ഉള്ളതുപോലെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടുക. മാത്രമല്ല, വലിയ വലിയ ചാനലുകാരെയൊക്കെ നോക്കി പഠിക്കുക. അവരൊരിക്കലും ആ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്നാലോട്ട് പോകാറേ ഇല്ല. റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടും. ഇപ്പോൾ ഒരാഴ്ച കുറേ ദിവസം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറി നിന്നാലും അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ വീഡിയോസ് എടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് വീഡിയോസ് കൃത്യമായിട്ട് വരികയും ചെയ്യും, നോട്ടിഫിക്കേഷൻസൊക്കെ പോകും. അപ്പോൾ അവരുടെ ചാനലിന് പ്രശ്നമില്ലാതെ ഗ്രോത്ത് നന്നായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ കണ്ടിട്ട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വീഡിയോ ഇടുന്നതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത്. ഇത് ആദ്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക മനസ്സിൽ. അപ്പോൾ അതിനായിട്ട് സമയം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമയമുള്ളപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഏറ്റവും നല്ല വഴിയാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ സമയം നമുക്ക് എന്തെങ്കിലും തിരക്കുകളോ പ്രശ്നങ്ങളോ കുടുംബത്തിലൊക്കെ ഉള്ളപ്പോഴോ ബിസി ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ സമയത്ത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടണമെങ്കിലുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല, ഫാമിലിക്ക് വേണ്ടി സമയം ചിലവാക്കാൻ പല കാര്യങ്ങളൊക്കെ ഉണ്ട്, തിരക്കുകളുണ്ട്. അതൊക്കെ 100% ശരിയാണ്. പക്ഷേ പ്രത്യേകിച്ച് ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വിജയിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ കഴിയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് തന്നെ വരാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല കമൻസ് ധാരാളം എല്ലാവരും അയച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് എപ്പോഴും പറയാറുള്ളത് പോലെ വളരെ നന്ദി. ഞാൻ വന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ്. യൂട്യൂബ് എന്ന ഈ യാത്രയിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരെയും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരെയും, ഈ വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഞാൻ ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല. അപ്പോൾ തിരിച്ചും ഈ സ്നേഹത്തിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.